എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് എഡ്യൂക്കേറ്റിംഗ് ദ ചൈൽഡ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ഹിസ് പാരൻസ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ഏതൊരു മാതാപിതാവിൻ്റെയും ഒരു വലിയൊരു കടമ എന്ന് പറയുന്നത്, ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത് അവരുടെ കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളതാണ്, വിദ്യാഭ്യാസം നൽകുക എന്നുള്ളതാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ എന്താ പറയുന്നത്, അക്ഷരാഭ്യാസം എന്നുള്ളത് മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി ശരിക്കും ഒരു 4 വയസ്സ് വരെ അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്ന പ്രായം വരെ കാര്യങ്ങൾ കണ്ടാണ് പഠിക്കുന്നത്, കണ്ടും കേട്ടുമാണ് പഠിക്കുന്നത്. ഒബ്സർവേഷനാണ്. എവിടെ നിന്നാണ് ഒബ്സർവ് ചെയ്യുന്നത്? ആ കുട്ടിയുടെ അച്ഛൻ അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ വീട്ടിലുള്ള മറ്റുള്ള ആളുകളുടെ കയ്യിൽ നിന്നാണ് കാര്യങ്ങൾ കണ്ട് പഠിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മുടെ പ്രവൃത്തി ശരിയായ രീതിയിലാണെങ്കിൽ അത് തന്നെ ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷനാണ്, ഒരു വിദ്യാഭ്യാസമാണ്. അതിനുശേഷം ഒരു 4-5 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും സ്കൂളിൽ പോകുമ്പോൾ സ്കൂളിലുള്ള അധ്യാപകരായിരിക്കും പിന്നെ അവരുടെ മാർഗദർശികൾ എന്ന് പറയുന്നത്. അവർക്ക് നേർവഴി കാണിച്ചു കൊടുക്കുക, പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. പക്ഷെ ഇതൊക്കെ ആണെങ്കിലും നമ്മൾ മിക്ക മാതാപിതാക്കളും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അവർക്ക് എങ്ങനെയെങ്കിലും ഒരു എന്താ പറയുന്ന ഒരു ഡിഗ്രി വാങ്ങിച്ചു കൊടുക്കുക, ആ ഒരു ജോലിക്ക് വേണ്ടിയിട്ടുള്ള ഒരു വിദ്യാഭ്യാസം. പക്ഷെ അതല്ല ഇവിടെ പ്രധാനം. ജീവിതത്തിൽ ഒരു നല്ല മനുഷ്യനായിട്ട് എങ്ങനെ ജീവിക്കണം എന്നുള്ളതിനെ കുറിച്ച് മിക്ക മാതാപിതാക്കളും അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കാറുമില്ല, ശ്രദ്ധിക്കാറുമില്ല. തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ടതാണ്. കാരണം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ചാണക്യൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞ ഒരു കാര്യം ഇതാണ്. ഒരു എന്താ പറയുന്ന അത്യാവശ്യം അറിവ് നമുക്ക് വേണം. പല പല ഗ്രന്ഥങ്ങളെക്കുറിച്ചും പല കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് ശാസ്ത്രമാണെങ്കിലും എല്ലാത്തിനെ കുറിച്ചും നമുക്ക് അറിവ് വേണം. പക്ഷേ ഒരു നല്ല മനുഷ്യനായിട്ടും കൂടെ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് നമ്മൾ അറിയണം, നമ്മൾ പഠിക്കേണ്ടതാണ്. അത് ശരിക്കും പഠിപ്പിച്ചു കൊടുക്കേണ്ടത് മാതാപിതാക്കളാണ്. അത് നമ്മുടെ വാക്കുകൾ കൊണ്ടും നമ്മുടെ പ്രവൃത്തിയും കൊണ്ടാണ് നമ്മളത് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. അപ്പം ശരിക്കും പറഞ്ഞാൽ കുട്ടികൾ നന്നാവണമെങ്കിൽ തീർച്ചയായിട്ടും മാതാപിതാക്കളും നല്ല ആളുകളായിരിക്കണം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും തന്നെ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് നല്ല ഉദാഹരണങ്ങൾ നമുക്ക് കാണിച്ചു കൊടുക്കാം. നമ്മുടെ വാക്കുകൾ കൊണ്ടും നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടും നല്ലൊരു സമൂഹം തന്നെ നമുക്ക് തീർച്ചയായിട്ടും വാർത്തെടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.